അപ്പോൾ ഹായ് ഡിയസ്, ഗുഡ് ഈവനിങ്. നമുക്ക് പാരന്റിങ്ങിനെ കുറിച്ച്, അതായത് പാരന്റിങ് ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്തായിരുന്നു ഇന്നത്തെ ടോപ്പിക്? ആരെങ്കിലും ഒന്ന് പറയാമോ? ഇന്നത്തെ ടോപ്പിക് ടൈറ്റിൽ എന്തായിരുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? പാരന്റിങ് ഫ്രീ വെബിനാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മക്കളുടെ കാര്യത്തിൽ ആ മക്കളുടെ കാര്യത്തിൽ അസ്വസ്ഥരാകുന്നുണ്ടോ? അസ്വസ്ഥരാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ അത്? അപ്പോൾ നമ്മൾ പല കാര്യത്തിലും അസ്വസ്ഥരാണ്. പീസ്ഫുള്ളി പോകുന്നവരും ഉണ്ട്, എന്നാൽ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അസ്വസ്ഥരാവുന്ന പാരന്റ്സും ഉണ്ട്. അപ്പൊ ഒരുപാട് ഡിമാൻഡിങ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ദിവസം നമുക്കറിയാം, ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവര്, ഇന്നല്ല ന്യൂ ഇയറിന്റെ ഒരു തുടക്കം ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ, അപ്പൊ ഇന്നത്തെ ഒരു ടോപ്പിക്, വെബിനാറിന്റെ ടോപ്പിക് മക്കളുടെ കാര്യത്തിൽ അസ്വസ്ഥരാണോ. അപ്പൊ മക്കൾ എന്ന് പറയുന്നത്, മക്കളുള്ളവർക്കറിയാം, എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർ അധികം പാരന്റ്സ് തന്നെ ആയിരിക്കും. ഈ പാരന്റ്സ് അല്ലെങ്കിലും പാരന്റ് ആവാൻ പോകുന്നവരോ ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ മക്കളുടെ കാര്യത്തില് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ, പിന്നെ മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാണ് അല്ലേ. പക്ഷെ മക്കള് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് അത് ഏറ്റവും വലിയ സന്തോഷമാണോ എന്ന് ചോദിച്ചാല് ചിലപ്പോ അത് ഒരു വലിയൊരു പേടിയായിട്ടോ, ഒരു അസ്വസ്ഥതയായിട്ടോ, ഇനി അതല്ലെങ്കിൽ ഒരു സങ്കടമായിട്ടോ, ചെറിയ നീറ്റലായിട്ടോ, ഒരു വേദനയായിട്ടോ ഒക്കെ പലരുടെ ലൈഫിൽ മാറാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഇവിടെ ഉള്ളവര്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോ, മക്കളെ കുറിച്ച് ആലോചിക്കും വളരെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടാകും, ചിലപ്പോൾ പേടിയുള്ളവരുണ്ടാകും, ആങ്സൈറ്റി ഉള്ളവരുണ്ടാകും. അപ്പൊ ഈ ഇവിടെ നിൽക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാവോ? മക്കളെ കുറിച്ച് ഒന്ന് ആലോചിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന ഒരു ഫീലിംഗ് എന്താന്നുള്ളത് ഫസ്റ്റ് വരുന്ന ഒരു തോട്ട് എന്താണ്, അല്ലെങ്കിൽ ആ ഇമോഷനാണ് അധികവും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. ആ ഇമോഷൻ എന്താണ് മക്കളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത്, ചിന്തിക്കുന്ന സമയത്ത്? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. ആർക്കും ഒരു ഫീലിംഗും ഇല്ലേ മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ? ഒരു ഇമോഷൻസും ഇല്ലേ? ഹോപ്പ് ഉണ്ട്. യെസ്, ഫാമിനമ്മ പറയുന്നുണ്ട്, ഹോപ്പ് ഉണ്ട്. മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹോപ്പ് ഉണ്ട്, പ്രതീക്ഷയുണ്ട് അല്ലേ. ഗ്രേറ്റ്. അപ്പൊ പലർക്കും പല ഫീലിങ്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം, മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ, മക്കൾ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴുന്ന സമയത്ത് പോലും പലർക്കും ചിലപ്പോ ഒരു പേടി, ഞാൻ പറഞ്ഞ പോലെ ചില അസ്വസ്ഥതകള്, ചില ആങ്സൈറ്റികള്, ചിലർക്കൊക്കെ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. മക്കൾ വളർന്ന് വലുതായാൽ പിന്നെ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് ഗിൽറ്റ് ഫീലിംഗ്. കാരണം കൊടുത്തത് റെഡി ആയില്ല, അല്ലെങ്കിൽ കൊടുത്തത് തെറ്റായി പോയി എന്നൊക്കെയുള്ള ഫീലിംഗ് ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ ഇന്ന് പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ആസ് എ പാരന്റിങ് കോച്ചാണ് ഞാൻ. അപ്പൊ ആസ് എ പാരന്റിങ് കോച്ച്, ഒരു ഇമോഷണൽ വെൽനസ് കോച്ചും കൂടിയാണ്. ഈ രണ്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന പാരന്റിങ് എന്ന് പറയുന്നത് ഒരു അത്ര ഹാപ്പി ആയിട്ടുള്ള ഒരു ജേർണി ആയിട്ട് പലരും ഷെയർ ചെയ്യാറില്ല അല്ലേ. പക്ഷെ അതേസമയം ഒന്ന് റിഫൈൻഡ് ആയി കഴിഞ്ഞാൽ അതൊരു എൻജോയ് ചെയ്യുന്ന ജേർണി ആയിട്ട് മാറാറുണ്ട്. ചിലപ്പോഴൊക്കെ അതൊരു കോൺസ്റ്റന്റ് വെറി ആയിട്ട്, ഒരു ബേജാറായിട്ട്, നമ്മൾ പലരും പറയാൻ ബേജാറാണ്, മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ ബേജാറാണ്, ആ ഒരു വെറി ആയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. സാധാരണയായിട്ട് പാരന്റ്സിന് ഉണ്ടാവുന്ന തോട്ട്, ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞു ഹോപ്പ് എന്ന് പറഞ്ഞു അല്ലെ. എന്നാലും പാരന്റ്സ് ആ ഹോപ്പ് ഉണ്ടെങ്കിൽ കൂടി പലർക്കും ഉണ്ടാകുന്ന ഒരു ടെൻഷൻ എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ചിന്ത എന്താന്ന് വെച്ചാൽ, എന്റെ മകന്റെ ഭാവി എന്താകും, ഫ്യൂച്ചറിലെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ വളരെ പാടാണ്, വളരെ പ്രയാസമാണ് അല്ലെ, എന്തൊക്കെയാ നടക്കുന്നത്, ആ ഒരു ഫീലിംഗിൽ നോക്കുമ്പോൾ എന്റെ കുട്ടി സേഫ് ആയിരിക്കുമോ ഇൻ ഫ്യൂച്ചർ അല്ലെ. അല്ല എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ മോള് അല്ലെ മറ്റുള്ളവരെക്കാൾ ഒരു കമ്പാരിസൺ സൈക്കിൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നിലായി പോകുമോ, ഇനി അതൊക്കെ അപ്പുറത്തേക്ക് ഞാനൊരു നല്ല പാരന്റ് ആണോ, ഞാൻ ഈ ചെയ്യുന്ന പോലൊക്കെ തന്നെയാണോ ചെയ്യേണ്ടത്. അപ്പൊ കുറെ കഴിയുമ്പോഴായിരിക്കും ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ പൊന്തി വരാം. എന്റെ പ്രശ്നം കൊണ്ട്, എന്റെ പ്രോബ്ലംസ് കൊണ്ട്, എന്റെ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി കൊണ്ട് ഞാൻ കൊടുത്ത കാര്യങ്ങളൊക്കെ തെറ്റായി പോയിട്ടുണ്ടോ എന്ന് തോന്നുന്നവരും ഉണ്ടാറുണ്ട്. ആദ്യമൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, എഡ്യൂക്കേഷൻ നമ്മളൊക്കെ പഠിച്ച കാലത്ത് എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ ഒക്കെ ഒരു ക്യാരക്ടർ ഇതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, നമ്മുടെ സൗഹൃദങ്ങളും നമ്മുടെ കളികളും നമ്മൾ എൻഗേജ്ഡ് ആയിട്ടുള്ള രീതികളും പെരുമാറ്റങ്ങളും ഇടപെടലുകളും ഒക്കെ അല്ലെ, നമ്മുടെ അറ്റാച്ച്മെന്റ്സുകളും കണക്ഷൻസും ഒക്കെ ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടർ ബേസ്ഡ് ആയിരുന്നു, ക്യാരക്ടർ ഉണ്ടായിരുന്നു അതില്. ഇന്നത്തെ പിന്നെ എന്താ പറയുക, ന്യൂജന്റെ ചില ടേംസ് ഒക്കെ കേട്ട് കഴിഞ്ഞാല്, ഞാൻ കഴിഞ്ഞ ദിവസം റീൽസിലാണ് എനിക്ക് തോന്നുന്നു, ഏതോ ഒരു TV പ്രോഗ്രാമിന്റെ ചെറിയൊരു പാട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു റീൽസിൽ കണ്ടത്.
പിന്നെ എന്താ പറയാ, ഒരു പെൺകുട്ടി പറയുന്നത്, ഞാൻ അവനെ ബെഞ്ചിങ്ങിൽ നിർത്തിയിരിക്കുകയാണ്. ബെഞ്ചിങ് ബെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ബെഞ്ചിൽ ഇരുത്തിയിരിക്കാന്നല്ല കേട്ടോ. ബെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അപ്പൊ അടുത്ത ആളെ ബെഞ്ചിങ്ങിൽ നിർത്തിയിരിക്കാൻ, ഹീസ് ഇൻ ക്യൂലാണ്. ഇപ്പൊ ഇയാൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആളെ സെലക്ട് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പൊ അവിടെ ക്യാരക്ടർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഇന്നത്തെ എന്താ പറയാ കുട്ടികൾ പിന്നെ മോഡലാക്കി എടുക്കുന്നത് ഒക്കെ വല്ലാത്തൊരു, എന്തുകൊണ്ടൊക്കെ ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഒരിക്കലും നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ പുറകിലുള്ളവരാ. ഇതൊന്നും കണ്ടിട്ടല്ല നമ്മൾ വന്നത്. അപ്പൊ നമ്മൾ ഇത് കാണുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എന്താ ഫീൽ ചെയ്യാ, ഇതെന്താ ഇത് സംഭവം, ഇങ്ങനെയൊക്കെയാണോ, നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാനോ ആക്സെപ്റ്റ് ചെയ്യാനോ കഴിയില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ പാരന്റിങ് എന്ന് പറയുമ്പോൾ അധികവും പെർഫോമൻസ് ബേസ്ഡ് ആണ് അല്ലെ. കമ്പയർ ചെയ്തിട്ട് കുട്ടീന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്. അന്ന് ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഇന്ന് എവിടെയും ഗ്രേഡിങ്ങും മാർക്കും പെർഫോമൻസ് എത്രയുണ്ട്, എത്ര ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്, എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്, എത്ര അപ്രിസിയേഷൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് കുട്ടീനെ ഒരു കമ്പാരിസൺ സൈക്കിളിൽ, കമ്പാരിസൺ ആൻഡ് കോമ്പറ്റീഷൻ ചേഞ്ച് ദ പാരന്റിങ് സ്റ്റൈലിനെ തന്നെ ഈ ഒരു രണ്ട് സംഗതികൾ എന്താക്കിയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അപ്പൊ പാരന്റ് ചേഞ്ച്, അപ്പൊ ഇതിൽ നിന്നൊക്കെ പാരന്റ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ, നേരത്തെ ഫാമിനോൻ പറഞ്ഞ പോലെ ആ ഒരു ഹോപ്പിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആ പാരന്റിന്റെ എനർജി ഷിഫ്റ്റ് ആകും. ഒരു വീട്ടിൽ ഒരു പാരന്റിന്റെ എനർജി ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ, ഒരു രക്ഷിതാവിന്റെ എനർജി ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ ആ ഹോം അറ്റ്മോസ്ഫിയർ തന്നെ ഷിഫ്റ്റ് ആകും അല്ലെ. ആ വീടിന്റെ അന്തരീക്ഷം തന്നെ ഷിഫ്റ്റ് ആകും. അതിന്റെ റിസൾട്ട് ആയിട്ട് കുട്ടിയിലെ ബിഹേവിയറും മാറും. നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഈ എനർജി ഷിഫ്റ്റിംഗ് വരുന്ന പേരന്റിൽ വരെ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തുക എന്നൊക്കെ നമുക്ക് സംശയം തോന്നിയേക്കാം അല്ലെ. ഇവിടെ ചിലപ്പോൾ മക്കള് സൈലന്റ് ആയിട്ട് ഉറങ്ങിക്കിടക്കുമ്പോ പോലും അല്ലെ, കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോ പോലും മനസ്സിൽ ഒരു അൺറെസ്റ്റ് കൊണ്ട് നടക്കുന്ന, ഒരു സമാധാനക്കേട് കൊണ്ടു നടക്കുന്ന, ഒരു അസ്വസ്ഥത കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് പറയുന്നത് എനിക്ക് എന്തൊക്കെയാണല്ലേ, മക്കളെ കാര്യം ആലോചിച്ചിട്ടേ ഒരു ബേജാറില്ല, വേറൊക്കെ ഓക്കെയാണ്, ഒന്നും കുഴപ്പമില്ല, വേറൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും ഒരുപാട് കുഴപ്പങ്ങൾ ഇപ്പുറത്തുണ്ടെങ്കിൽ കൂടി ആ കുഴപ്പങ്ങളുടെ ഒക്കെ അപ്പുറത്ത് അവർ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് മക്കളുടെ ഒരു പ്രശ്നമാണ്. ആ മക്കളുടെ പ്രശ്നം ഒരു കുഴപ്പമായിട്ട് കാണുമ്പോൾ തന്നെ ആ പാരന്റിൽ നിന്ന് ഒരു നാച്ചുറൽ പാരന്റ്, അല്ലെങ്കിൽ നാച്ചുറാലിറ്റി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ എന്ന് അല്ലെങ്കിൽ അല്ലെ, ആ ഒരു കുട്ടി എന്ന് പറയുന്ന അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ആ ഒരു മാതാവ്, പിതാവ്, ഗുരു, ദൈവം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് എൻ്റെ കുട്ടിയെ ഞാൻ കണക്ട് ചെയ്യുന്ന രീതി, കുട്ടിയിലേക്ക് ഞാൻ കൊടുക്കുന്ന എനർജി, ഇതിലൊക്കെ വ്യത്യാസം വരികയാണ്. അവിടെ ആ സ്പിരിച്വാലിറ്റി ഇല്ലാതായി മാറാണ്. ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു പാരന്റിങ് അല്ലെ, പലയിടത്തും ഒരു റിലീജിയൻ ബേസ്ഡ് നോക്കുന്ന സമയത്ത് അതിൽ ബേസ്ഡ് ആയിക്കൊണ്ട് ചിലപ്പോ ടോക്സിക് റിലീജിയസ് അപ്രോച്ച് എടുക്കുന്ന ആളുകളുണ്ട്. റിലീജിയൻ പോലും പലപ്പോഴും കുട്ടികൾക്ക് ഒരു ടോക്സിക് ആയിട്ട് മാറുന്ന കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ പലപ്പോഴും അവിടെ സോഷ്യൽ പാരന്റിങ് നടക്കാറുണ്ട്. സോഷ്യൽ പാരന്റിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഭയങ്കര സോഷ്യലാന്ന് പറഞ്ഞാല്, നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയും അയാൾ ഭയങ്കര സോഷ്യലാ എന്ന് പറഞ്ഞാൽ അയാൾ എല്ലാവരോടും നന്നായിട്ട് ഇടപെടുന്ന, നന്നായി സംസാരിക്കുന്ന, എല്ലാവർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള ആൾ എന്ന രീതിയിൽ പറയും. പക്ഷെ സോഷ്യൽ പാരന്റിങ് എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്. സോഷ്യൽ പാരന്റിങ് ഇൻ ദ സെൻസ് ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ ഫ്രം ദ സൊസൈറ്റി അല്ലെ. നമുക്കറിയാം സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾക്കനുസരിച്ച് നമ്മൾ ഇന്നിപ്പോ ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ ഉപദ്രവിച്ച സ്റ്റോറി, അല്ലെങ്കിൽ കുത്തിക്കൊന്ന സ്റ്റോറി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത സ്റ്റോറി, അല്ലെങ്കിൽ പിന്നെ ഡ്രഗ്സ് യൂസ് ചെയ്ത സ്റ്റോറി കേൾക്കുമ്പോ അല്ലെ, ഇതൊക്കെ നാളെ നമ്മളെ മക്കൾക്കും സംഭവിച്ചേക്കാം, ആ ഇടയിലേക്കല്ലേ എൻ്റെ കുട്ടിയും പോകുന്നത്. അങ്ങനെയുള്ള ഒരു ആ സോഷ്യൽ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി നമുക്കത് തടയാൻ കഴിയാത്ത വണ്ണം നമ്മുടെ ചുറ്റിലുപാട് നടക്കുകയും അത് നമ്മളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എൻ്റെ കുട്ടി അങ്ങനെ ആകുമോ എന്ന് ചിന്തിച്ച് ആ തോട്ട് പോലും നമുക്കറിയാം, ഒരു തരം ആ തോട്ടിന് പോലെ ഒരു ഫ്രീക്വൻസി ഉണ്ട്. എൻ്റെ കുട്ടിക്ക് അങ്ങനെ സംഭവിക്കോ പലപ്പോഴും ആ കുട്ടിയുടെ ആ ഒരു, നമുക്ക് കുട്ടി ആകാൻ ആഗ്രഹിക്കാത്ത അല്ലെ, കുട്ടി ആവാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, കുട്ടി ആവാതിരിക്കാൻ, കുട്ടി എന്താകണം എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് കുട്ടി എന്താവരുത് എന്ന് പല പാരന്റ്സും പിന്നെ മക്കളോട് നമ്മൾ പലപ്പോഴും ഉപദേശിക്കാറ്, നീ അങ്ങനത്തെ ഇതിലൊന്നും പോയി പെടരുതിട്ടോ, അതൊന്നും ഉപയോഗിക്കരുതിട്ടോ, പിന്നെ അങ്ങനെ ചെയ്യരുതിട്ടോ, എന്നെ കൂട്ടുകെട്ടിലേക്ക് പോവരുതിട്ടോ. അപ്പൊ എന്താവരുത് എന്നുള്ളത് മാത്രം നമ്മൾ കുട്ടിയോട് പറഞ്ഞ് ആ കുട്ടിയുടെ ഉള്ളിൽ പോലും ഈ ആവാൻ പാടില്ലാത്തതിന്റെ ഇമേജസ്, ഇമോഷൻസ്, ആ പിക്ചേഴ്സ് ആ കുട്ടിയുടെ ഉള്ളിൽ പോയി പതിയാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും എൻ്റെ കുട്ടി അങ്ങനെ ആണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ആകുമോ എന്ന് ചിന്തിക്കുമ്പോൾ പോലും ആ വിഷ്വലൈസേഷനും ആ ഒരു ചിത്രങ്ങളും ആ ഒരു എനർജിയും
അപ്പൊ ആ ഒരു തോട്ട് പോലും ചിന്തയാകുന്ന, നമ്മൾ പറഞ്ഞില്ലേ വാട്ട് യു തിങ്ക് യു ബിക്കം അല്ലേ, ആ എനർജി ഫ്ലോ ചെയ്യുന്നത്, നിങ്ങളുടെ ഫോക്കസ് പോകുന്നത് ആകരുത് എന്നാണെങ്കിൽ പോലും, ആവാൻ പാടില്ലാത്ത ആ ഒരു ഇമേജ് നിങ്ങളുടെ മൈൻഡിൽ വരുമ്പോൾ പോലും നമ്മുടെ എനർജി, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്കത് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. അപ്പൊ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പാരന്റിംഗ് കുട്ടികളെ വളർത്തുക എന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും മാനേജിങ് പാരന്റൽ ആങ്സൈറ്റി, കുട്ടികളെ വളർത്തുന്നതിനപ്പുറത്തേക്ക് രക്ഷിതാക്കളുടെ ആങ്സൈറ്റിയെ മാനേജ് ചെയ്യുന്നതാണ് പാരന്റിംഗ് എന്നായിട്ട് മാറാറുണ്ട് അല്ലേ. ചെറുപ്പത്തിലൊക്കെ കുട്ടികളെ ചെറുതായിരിക്കുന്ന സമയത്ത് കുട്ടികൾ നമുക്ക് പേടിപ്പിച്ച് കുട്ടികൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കും. ഒരു ഏജ് വരെ നമുക്കറിയാം കുട്ടികൾ നമ്മുടെ കൺട്രോളിൽ എങ്ങനെ പോയാലും നിൽക്കും. നമുക്ക് അവർ പേടിപ്പിച്ച് ശാസിച്ച് നിർത്താൻ കഴിയും, ഒരു പാരന്റിന് കഴിയും, എന്തുകൊണ്ടും കഴിയും. ബൈ വോയിസ് കഴിയും, ബൈ സൈസ് കഴിയും അല്ലേ, പിന്നെ ആ ശബ്ദ ഗാംഭീര്യം കൊണ്ടൊക്കെ കഴിയും. പക്ഷെ വലുതാവുന്ന സമയത്ത് നടക്കുമോ? വലുതാവുന്ന സമയത്ത് നടക്കേയില്ല. ആ സമയത്താണ് കംപ്ലീറ്റ്ലി കൈ വിട്ട് പോയിട്ടും ഉണ്ടാകും. എന്നിട്ട് നമ്മൾ ആ സമയത്ത് കുട്ടിയെ കൗൺസിലിങ്ങിന് പോയി കൊണ്ടുപോകുമ്പോഴേക്ക് കുട്ടി മാക്സിമം കൈവിട്ട് പോയൊരവസ്ഥയിലായിരിക്കും. എന്നാൽ മനസ്സിലാക്കേണ്ടത്, ആ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്ന അവസ്ഥ എത്തുന്നതിന് മുന്നേ തന്നെ പാരന്റ് എന്ന് പറയുന്ന ഒരു ഇടം, എപ്പോഴും പാരന്റൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ഹെവൻലി സ്പേസ് ആണ്. പാരന്റൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ഹെവൻലി സ്പേസ് ആണ്. അതുകൊണ്ടാണ് മാതാവിന്റെ എസ്പെഷ്യലി അല്ലെ അമ്മമാരാവുന്ന സമയത്ത് അതുകൊണ്ടാണ് ഉമ്മയുടെ കാലടിയിൽ സ്വർഗം വെച്ച് കൊടുത്തത്. ആ ഇടത്തിന് അത്രമാത്രം അത് അർഹിക്കുന്നത് കൊണ്ടും ആ സ്വർഗീയ അനുഭൂതി തന്റെ കുട്ടിക്ക് കഴിയാൻ ഏറ്റവും കഴിയുന്ന ഇടം ഈ മാതാവിന്റെ കാൽച്ചുവട് എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ മാതാവ് ആയതുകൊണ്ടുമാണ്. പക്ഷെ നമ്മൾ സൗകര്യാർത്ഥം എന്താ കുട്ടിയോട് പറയാ, എന്റെ കാലിന്റെ അടിയിലാട്ടോ സ്വർഗം, എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറയും പോലൊക്കെ കേൾക്കണം. നമ്മളത് വളച്ചൊടിച്ചിട്ട് നമ്മളതൊരു ആയുധമായിട്ട് ഉപയോഗിക്കും കേട്ടോ. ഉമ്മാന്റെ കാലടി കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആയുധമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഉമ്മയ്ക്ക് മനസ്സിലാവുന്നെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല, ഈ മാതാവിന് മനസ്സിലാവുന്നില്ല, ഞാൻ എന്റെ കാലടി കീഴിൽ സ്വർഗം ഉണ്ടെങ്കിൽ സ്വർഗീയ അനുഭൂതി എന്റെ കുട്ടിക്ക് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട, അതിനെ ഏൽപ്പിക്കപ്പെട്ട ഒരിടം കൂടിയാണ് ഞാൻ അല്ലേ. അതല്ലേ ശരിക്ക് അവിടെ റിയാലിറ്റി എന്ന് പറയുന്നത്. ആ സ്വർഗീയ അനുഭൂതി എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അവിടെ നമ്മൾ കുറെ കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന കൗൺസിലിംഗ് അവിടെ നടക്കണം. കുട്ടിക്ക് ഷിഫ എന്ന് പറയുന്ന ഒരു ഹീലിംഗ് എന്ന് പറയുന്ന സ്പേസ് ആണ് പാരന്റൽ സ്പേസ് എന്ന് പറയുന്നത് അല്ലേ. അതേസമയം പലപ്പോഴും നമ്മൾ പാരന്റ് എന്ന് പറയുമ്പോൾ ഐ ആം ദ പാരന്റ്, ഞാൻ രക്ഷിതാവാണ് അല്ലെ, ഞാൻ രക്ഷിതാവാണ് എന്ന് പറയുന്ന സമയത്ത് ആ വർക്ക് ചെയ്യുന്ന, സത്യം പറഞ്ഞാൽ പാരന്റൽ ഈഗോ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ആ ഒരു ഈഗോ ആണ് അവിടെ. ഞാൻ പലപ്പോഴും എന്റെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഈഗോ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ രക്ഷിക്കേണ്ടവനാണ്. അപ്പോ ഒരാളില് തെറ്റ് കാണുമ്പോൾ അത് കറക്റ്റ്, കുട്ടികളായ എന്തായാലും ഒരു കണ്ടീഷനിങ് പോലെയാണ്. കുട്ടികൾ എന്തായാലും വികൃതി കുസൃതി പിന്നെ വേണ്ടാത്തവരൊക്കെ കാണിക്കും. അപ്പോഴൊക്കെ കറക്റ്റ് ചെയ്യേണ്ട ആളാണ് ഞാൻ, ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക ആസ് എ പാരന്റ് കുട്ടിയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി. ഇത് കോൺഷ്യസ്ലി നിങ്ങൾ അങ്ങനെ നിൽക്കുന്നില്ലെങ്കിലും ആസ് എ പാരന്റ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അവിടെ നിങ്ങളുടെ ഉള്ളില് പലരും പറയുകയും ചെയ്യും പിന്നെ രക്ഷിതാവിന്റെ പോരായ്മ കൊണ്ടാണ് എന്നുള്ള പല ഡയലോഗും പലപ്പോഴും നമ്മൾ പലരുടെ കേസിലും കേട്ടിട്ടുണ്ടാവും. രക്ഷിതാവിന്റെ പോരായ്മ കൊണ്ടാണ്, പാരന്റ്സ് നോക്കാത്തോണ്ടാണെന്നില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താകാൻ പാടില്ല, ഞാൻ ലൂസ് ആക്കാൻ പാടില്ല, ഞാൻ ശ്രദ്ധിക്കാതിരിക്കാൻ പാടില്ല, ഞാൻ പാരന്റ് ആണ്, ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു മെന്റൽ സ്റ്റേറ്റ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഈ പാരന്റ്സ് ഇത്രയും റെസ്റ്റ്ലെസ് ആകുന്നതും അല്ലേ? എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നത്? പാരന്റിന്റെ ഒരു എപ്പോഴും ആ ഒരു ഇമോഷണൽ ബ്രെയിൻ അവിടെ ഓണാണ്. ഫിയർ ഉണ്ട്, കമ്പാരിസൺ ഉണ്ട്, ഇൻസെക്യൂരിറ്റി ഉണ്ട് അല്ലേ. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും പറഞ്ഞിട്ടുള്ളത്, അത് അവരുടെ ഒരു കണക്ക് പ്രകാരം പറയുന്നത് 7 കുട്ടികളിൽ, 7 കുട്ടി എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളല്ല കേട്ടോ, കുഞ്ഞു കുട്ടികളല്ല, അഡോളസന്റ് പീരീഡിലുള്ള 7 കുട്ടികളിൽ ഒരാൾ, 7 1 1 in 7 മെന്റലി അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ചലഞ്ചസ് നേരിടുന്നുണ്ട്. 7 കുട്ടികളിൽ ഒരു കുട്ടി. പക്ഷെ നമ്മൾ പോലും അറിയില്ല, നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന കുട്ടിക്ക് മെന്റലി മാനസിക രോഗം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, മെന്റലി ആ കുട്ടിക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി, ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും നമ്മള് ഇപ്പോ ഈ ഒരു വെബിനാർ തന്നെ ഞാൻ ശ്രദ്ധിച്ചത്, പാരന്റൽ എന്ന് പറയുമ്പോൾ എന്തോ ഒരു കൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
പലപ്പോഴും നമ്മുടെ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ സെഷൻസ് ഒക്കെ ആകുമ്പോൾ പലപ്പോഴും നമ്മൾ അതിനുള്ള കോഴ്സിലൊക്കെ നമ്മൾ എൻറോൾ ചെയ്യാറുണ്ട്. പക്ഷേ പാരന്റിങ് എന്ന് പറയുന്നതിലേക്ക് പലപ്പോഴും പാരന്റ് അപ്പോഴും വിചാരിക്കുന്നത് ഞാൻ നല്ല പാരന്റ് ആകുന്നതിനേക്കാളും എൻ്റെ കുട്ടീനെ നന്നാക്കാനുള്ള വേറെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നുള്ളത്, അല്ലേ? ഇപ്പൊ ഞാൻ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ കണക്ക് പ്രകാരം 7 ഒരു കുട്ടിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് മെയിൻ ആയിട്ടുള്ള ആ ഒരു സ്ട്രെസ്സിലേക്ക് കുട്ടീനെ കടത്തി വിടാനുള്ള അല്ലെങ്കിൽ കടത്തി വിടുന്ന ഏജന്റിനെയും WHO കാണിക്കുന്നുണ്ട്. ആരാന്നറിയോ? നിങ്ങളുടെ മക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആ രീതിയിൽ പറയുന്നല്ലോ, റിയാലിറ്റി പറയാണ്, ഒരു ഫാക്ട് പറയാണ്. പാരന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ പാരന്റിന്റെ സ്ട്രെസ് ആണ് ഇസ് എ മേജർ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ബിഹൈൻഡ് ദിസ് എന്താണ് മെന്റൽ ഹെൽത്ത് ചാലഞ്ചസ് ഓഫ് അഡോൾസൻസ്. ഈ അഡോൾസെന്റ് പീരീഡിലുള്ള കുട്ടികളുടെ മാനസികമായിട്ടുള്ള ചലഞ്ചസിന് പിന്നിലുള്ള ആ ഒരു ചലഞ്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടർ, ആ ചലഞ്ച് ഉണ്ടാക്കുന്ന ഫാക്ടർ പാരന്റ്സിന്റെ സ്ട്രെസ് ആണ് എന്നാണ് കണക്ക് പറയുന്നത്. മേജർ ആയിട്ടും ഇത് മാത്രമാണെന്നല്ല കേട്ടോ, ഒരിക്കലും ഇത് മാത്രമാണെന്നല്ല, മേജർ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ, അല്ലേ? അപ്പൊ ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഏതോ ഒരു സെഷനിൽ ഇതും പറഞ്ഞിട്ടുണ്ട്, 15 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയിലെ ഇന്ന് 0 to 15 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 10ാം ക്ലാസ്സിലൊക്കെ എത്തിയ 10ാം ക്ലാസ് +1 ഒക്കെ ഉള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ 2010നും 2024 ഇടയിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ജെൻ ആൽഫയാണ്, ആൽഫ, അല്ലേ? ജനറേഷൻ ആൽഫ എന്ന് പറയും. ജനറേഷൻ ആൽഫ എന്ന് പറയുമ്പോൾ അവര് ടെക്നോളജിന്റെ കൂടെ അല്ല, തൊട്ട് മുമ്പത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ 2010ന് മുന്നേ ജനിച്ച കുട്ടികളാണെങ്കിൽ ജനറേഷന്റെ കൂടെ വളർന്നവരായിരുന്നെങ്കിൽ പിന്നെ എന്താ പറയാ, ടെക്നോളജിന്റെ കൂടെ ടെക്നോളജി വളരുന്നതോടൊപ്പം വളർന്നവരായിരുന്നെങ്കിൽ ഈ ഇപ്പൊ ഉള്ള കുട്ടികള് ജനറേഷൻ ആൽഫ എന്ന് പറയുന്ന കുട്ടികള് ടെക്നോളജിക്കുള്ളിലൂടെ വളരുന്നവരാ. ആ ടെക്നോളജിക്കുള്ളിലൂടെ വളരുന്ന കുട്ടികള് ഹൈലി ഇന്റലിജന്റാ. നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ഹൈലി ഇന്റലിജന്റാ. പക്ഷെ അവർ ഡിഫറെന്റ്ലി വയേർഡ് ആണ്, ഡിഫറെന്റ്ലി പ്രോഗ്രാംഡ് ആണ്. അവരുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവരുടെ ഒരു 8 or 9 ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. അപ്പൊ പേഴ്സണാലിറ്റി ടെസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോലും പല പേഴ്സണാലിറ്റി ട്രെയ്റ്റുകളും ഒരുപോലെ നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം എന്താന്ന് വെച്ചാൽ അവർ ഡിഫറെന്റ്ലി വയേർഡ് ആണ്. പലതിനും അറ്റ് എ ടൈം പലതിലേക്കും ഫോക്കസ്ഡ് ആവുന്ന, ഫാസ്റ്റർ ആണ് ലേണിംഗ് ഭയങ്കര ഈസിയാണ്, ഭയങ്കര ഫാസ്റ്റർ ആണ്, ഭയങ്കര വിഷ്വൽ മെമ്മറി ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കരമാണ്, എക്സലന്റ് വിഷ്വൽ മെമ്മറിയാണ്. അവർക്ക് മൾട്ടി ടാസ്കിങ് അബിലിറ്റി ഉണ്ട്, അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ ആലോചിച്ചിട്ടാണ് നമ്മൾ അല്ലോ എൻ്റെ കുട്ടി എന്താകും എന്നുള്ളത്. പക്ഷേ ചില പോരായ്മകൾ ഉണ്ട് ഇവർക്ക്, ചില പോരായ്മകൾ ഉണ്ട്. എന്താ അറിയോ? അവരുടെ അറ്റൻഷൻ സ്പാന് വളരെ കുറവായിരിക്കും. അവർക്ക് കൂടുതൽ സമയം ഇന്നത്തെ സ്കൂളിലെ 40 മിനിറ്റിന്റെ ക്ലാസ് 40 മിനിറ്റ് അറ്റൻറ്റീവ് ആയിട്ട് ഒരു കുട്ടിക്ക് ഇരിക്കാൻ ശരിക്കും ഒരു ടീച്ചർ മാത്രമായാൽ പോരെ. ക്ലാസ് റൂമില് ട്രെയിനർ ആവണം, കോച്ച് ആവണം. അല്ലാതെ ഒരു ടീച്ചറിനെ ക്ലാസ് റൂമിൽ പിടിച്ചെടുക്കാൻ കഴിയില്ല. കാരണം കുട്ടിയെ ഒരു 40 മിനിറ്റ്സിൽ 35-40 മിനിറ്റ്സ് ആണ് ഒരു പീരീഡ് ക്ലാസ്സിൽ ഹൈസ്കൂൾ ലെവൽ ഒക്കെ വരുന്നത്. ഹയർ സെക്കൻഡറി ആകുമ്പോൾ 1 hour ഒക്കെ വരുന്നത്. പക്ഷെ അത്രയും സമയം കുട്ടിക്ക് നിൽക്കാൻ കഴിയില്ല. അവർക്ക് പെട്ടെന്ന് ബോറടിക്കും ലെക്ചേഴ്സ് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത്. ലെക്ചേഴ്സ് ഒരേ മോണോടോണിൽ ഇപ്പൊ തന്നെ കുട്ടികളുടെ ഒക്കെ പോട്ടെ, ഇവിടെ തന്നെ പലർക്കും ബോറടിക്കുന്നുണ്ടാവും ഒരേ ടോണിൽ ഇങ്ങനെ ലെക്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത്. കാരണം പലരും ഇറങ്ങി പോകുന്നുണ്ട്, കയറി വരുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് പിന്നെ എന്താ പറയാ, ഇനിയിപ്പോ ഈ ചില ഫാക്ടുകൾ പറയുമ്പോൾ കുട്ടികളുടെ കൂടെ കേട്ടിട്ട് പേടിച്ചിട്ട് ഇറങ്ങി പോകുന്നതാണെന്ന് അറിയില്ല. എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, പെട്ടെന്ന് ബോറടിക്കും കുട്ടികൾക്ക്. നമ്മളിപ്പോ ഒരു വാട്സാപ്പിൽ ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോ 1x സ്പീഡിൽ നമ്മൾ കേൾക്കൂല. അത് കുട്ടികൾ ഒട്ടും കേൾക്കൂല. അവര് 1.5 2x ഇട്ടിട്ടാ കേൾക്കുക. യൂട്യൂബ് വീഡിയോസ് അങ്ങനെ കേൾക്കുക. കാരണം ഒക്കെ ഫാസ്റ്റ് ആണ്. പെട്ടെന്ന് കാര്യങ്ങൾ കഴിയണം. അതിനുള്ള പേഷ്യൻസ് അവർക്കില്ല. അപ്പൊ നമ്മൾ അവരെങ്ങനെ ഇരുത്തി മോനെ നീ ഉണ്ടല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അവര് എവിടേക്കോ പോയിട്ടുണ്ടാവും. അതിന് കാരണം കേട്ടോ, നമ്മൾ അവരെങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. അവരുടെ ബ്രെയിൻ ഉണ്ടല്ലോ, ഫാസ്റ്റ് സ്റ്റിമുലേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഫ്രം
ഫ്രം ബർത്ത് ഓൺവേർഡ്സ് എന്ന് പറഞ്ഞുകൂടാ, ഉള്ളിലുള്ളപ്പോ തന്നെ. കാരണം ഈ ടെക്നോളജി യൂസ് ചെയ്യുന്ന അമ്മ ഈ കുട്ടി ഉള്ളിലുള്ളപ്പോ തന്നെ 2010 എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് 2010 ജനിച്ച കുട്ടി എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴത്തേക്കും അല്ല 2010 മുന്നേ ഉള്ളതായാലും ഓൾമോസ്റ്റ് അമ്മ യൂസ് ചെയ്യുന്ന അമ്മയുടെ ഇമോഷൻസ് പോലും ഇനി അതിന് മുന്നേ ഉള്ളതായാലും ഇമോഷൻസ് വേരിങ് ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയിലും പെട്ടെന്ന് സ്റ്റിമുലേഷൻസ് മാറി മാറി വരുന്ന ഇമോഷൻസ് മാറി മാറി വരുന്ന, കാരണം സ്ക്രീൻ ഇങ്ങനെ മാറി മാറി വരികയാണ് അവരുടെ മുന്നിൽ, റീൽസ് മാറി മാറി വരികയാണ്, ഫാസ്റ്റ് മൂവിങ് അല്ലേ, എന്താ പറയാ, പെട്ടെന്ന് ഫയറിംഗ് ഒക്കെ ആയിട്ടുള്ള ഗെയിംസ് മാറി മാറി വരികയാണ്. അപ്പൊ ഇന്ന് റിയൽ ലൈഫിന് പകരം റിയൽ ലൈഫാണ്, റിയാലിറ്റി അല്ല റിയലാണ് അവരുടെ മുമ്പിൽ. അവിടെ അവർക്ക് അവസരം കിട്ടുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ദേ ആർ ഗെറ്റിംഗ് ചാൻസസ് ടു കോപ്പി ചെയ്യാൻ അവർക്ക് അവസരം കിട്ടുന്നുണ്ട്, അകം ലോകത്തിൽ നിന്നല്ല പുറം ലോകത്തിൽ നിന്ന്. ഈ റീൽസിലൂടെ ഈ ഒരു സ്ക്രീനിലൂടെ ഗെയിംസിലൂടെ ഒക്കെ അവര് പല കാര്യങ്ങൾ കോപ്പി ചെയ്യുന്നുണ്ട്, മോഡൽ ചെയ്യുന്നുണ്ട്. അതേസമയം അറ്റ്ലീസ്റ്റ് സിംഗിൾ മോഡൽ ഫ്രം ഇൻസൈഡ് ദ ഫാമിലി അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ പറയേണ്ടത് ഞാനല്ല, നമ്മളെല്ലാവരുമാണ്. പാരൻസ് എന്നുള്ള നിലയിൽ ഇവർക്ക് മോഡൽ ചെയ്യാനുള്ള, കോപ്പി ചെയ്യാനുള്ള, അനുകരിക്കാനുള്ള, ഇമിറ്റേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ പുറം ലോകത്ത് നിന്ന് കിട്ടുന്ന സമയത്ത് അകം ലോകമാകുന്ന നമ്മുടെ വീടാകുന്ന നമ്മുടെ വീടിനുള്ളിലെ അവിടെ അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അത് മാത്രമല്ല, റിയാലിറ്റി, റീലിനപ്പുറമുള്ള റിയാലിറ്റി അവർ പുറം ലോകത്തേക്ക് എക്സ്പോഷർ കിട്ടി പുറം ലോകത്തിറങ്ങി അവർ കാണുന്നുണ്ടോ? അവർ ഇറങ്ങാനാകുന്ന സമയം ആകുമ്പോഴത്തേക്ക് അവർ ഓൾമോസ്റ്റ് പലതും കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ ആ കോപ്പി ചെയ്ത കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടിയാണ് ഇവർ പുറം ലോകത്തേക്ക് ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞത് ഇൻ ദ സെൻസ് LKG മുതലേ നമ്മുടെ കുട്ടികൾ അല്ലേ, ഞങ്ങളുടെ പാരന്റിങ് കോച്ചിൽ ഗൈഡ് പറഞ്ഞൊരു കാര്യം, അതായത് എന്താ പറയാ, കുട്ടികൾ പിന്നെ എന്താ പറയാ, ഒരു പെട്ടിക്കുള്ളിലാണ് കുട്ടികൾ വളരുന്നത്. ഒന്ന് വീട് ഒരു പെട്ടിയാണ്, വീടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ ബസ് അതൊരു പെട്ടിയാണ്, പിന്നെ സ്കൂളിലെത്തി അതൊരു പെട്ടി, പിന്നെ വീണ്ടും അതേപോലെ തന്നെ പാക്ക് ചെയ്ത് ഇതിലേക്ക്, പിന്നെ കാണുന്ന മറ്റൊരു പെട്ടി എന്ന് പറഞ്ഞാൽ ഇത് സ്ക്രീനാണ്. ഇതിൽ നിന്ന് കോപ്പി ചെയ്ത് പിന്നെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും പ്രകടിപ്പിക്കാനുമുള്ള കുട്ടികൾക്ക് ചാൻസ് കിട്ടുന്നത് എവിടെയാ? ആ പുറം ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ. അല്ലാതെ അതിനു മുന്നേ പുറം ലോകത്ത് എന്തെങ്കിലും ഒന്ന് അവര് കാണാനോ റിയൽ ലൈഫ് കാണാനോ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനോ ഹ്യൂമൻ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിനെ എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്യാനോ അനുഭവിക്കാനോ റിയാലിറ്റി മനസ്സിലാക്കാനോ ഉള്ള സിറ്റുവേഷൻസ് ഇതൊക്കെ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അവരുടെ ടെക്സ്റ്റ് ബുക്ക് കാണുന്നതിന് മുമ്പേ കുട്ടികൾ ടച്ച് സ്ക്രീൻ കാണുന്നുണ്ട് ഇല്ലേ? ടെക്സ്റ്റ് ബുക്ക് കാണുന്നതിന് മുമ്പേ അവർ കാണുന്നത് ടച്ച് സ്ക്രീനാണ്. പാരൻസിൽ നിന്ന് കേൾക്കുന്നതിന് മുന്നേ അവർ ഗൂഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ChatGPT ആയി. അവരുടെ ടീച്ചർ എന്താണ്, അവർ സെർച്ച് ചെയ്യുന്ന യൂട്യൂബ്. നമ്മളൊരു അഡ്വൈസ് കൊടുക്കുമ്പോൾ അവർക്ക് ഇത് ജെനുവിൻ ആണോ, ഉമ്മ പറഞ്ഞത് ശരിയാണോ, ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ, അവർ ചോദിക്കാൻ, ദേ ആർ ആസ്കിങ്. ഗൂഗിളിനോടും ChatGPTയോടും ചോദിച്ച് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇപ്പൊ ഗ്ലോബൽ സ്റ്റഡി പോലും കാണിക്കുന്നത് ഈ ജെൻ ആൽഫ കുട്ടികള് വളരെയധികം എന്താ പറയാ, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട, നിങ്ങളൊന്ന് ഒന്നും വേണ്ട, നിങ്ങളുടെ വീട്ടിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഈ ന്യൂ ജെൻ അല്ലെങ്കിൽ ജെൻ ആൽഫ കുട്ടികള് 7+ അവർ പെർ ഡേ, ഒരു ദിവസം 7 മണിക്കൂറിലധികം, എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, സ്ക്രീനിന്റെ മുന്നിലാണ് 7+ അവേഴ്സ്. അവരെ വേണ്ട രീതിയിൽ കോൺഷ്യസ്ലി ഗൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ അവരതിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി, ആർ യു ഗൈഡിങ് ദം കോൺഷ്യസ്ലി? ആർ യു എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ എന്നും കൂടെ ഉൾപ്പെടുത്താണ്. ആർ വി ഗൈഡിങ് ദം കോൺഷ്യസ്ലി ഓർ പ്രോപ്പർലി? നമ്മൾ അവരെ കോൺഷ്യസ്ലി ആണോ ഗൈഡ് ചെയ്യുന്നത്? കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നത് തെറ്റാണെന്നോ മൊബൈൽ ഉപയോഗിക്കരുത് എന്നൊന്നല്ല പറഞ്ഞത്. മൊബൈൽ യൂസ് ചെയ്യാം, ടെക്നോളജി യൂസ് ചെയ്യാം, പക്ഷെ അവിടെ അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് കിട്ടുന്നുണ്ടോ?
അതിന്റെ അപ്പുറത്തേക്കുള്ള ആ റിയൽ ലൈഫിന്റെ അപ്പുറത്തേക്ക് ഒരു റിയൽ ലൈഫ് റിയാലിറ്റി കാണിച്ചു കൊടുക്കാൻ ആസ് എ പാരന്റ് നമുക്ക് കഴിയുന്നുണ്ടോ? അതാണ് എന്റെ ചോദ്യം. അല്ലേ? അവര് ഡിസൊബീഡിയൻസ് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ്, അവരൊരിക്കലും റെസ്പോണ്ട്, നമ്മൾ പറയും മക്കൾ റിയാക്ട് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്, അല്ലേ? അവരൊരിക്കലും റെസ്പോണ്ട് ചെയ്യൂല. പേടിച്ചിട്ട് അവർ ചെയ്യുന്നത് റിയാക്ഷനാ. ദേഷ്യത്തിൽ അവർ ചെയ്യുന്ന റിയാക്ഷനാ. അതേസമയം അവർ റെസ്പോണ്ട് ചെയ്യും. എങ്ങനെ? അവർക്ക് വേണ്ട എക്സ്പ്ലനേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ, അവർക്ക് വിശദീകരണം, ശരിയായ വിശദീകരണം, നമ്മുടെ വിശദീകരണം പലപ്പോഴും അവർക്ക് ഓക്കെ അല്ലാണ്ടാകുമ്പോഴാണ് അവർ മറ്റു പല വിശദീകരണത്തിലും പോകുന്നത്. അവർക്ക് റെസ്പെക്ട് കിട്ടിക്കഴിഞ്ഞാൽ, ChatGPT പോലും AI പോലും അവരെ വല്ലാണ്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കാം. ChatGPT ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വിചാരിച്ചാൽ, നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT നമ്മുടെ പേര് പറഞ്ഞിട്ട്, അതിനറിയാം ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുടെ അല്ലെങ്കിൽ ഇമെയിൽ കണക്റ്റഡ് ആണെങ്കിൽ പറയും വാവ് ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെങ്ങനെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് നമുക്ക് ഒരു റെസ്പെക്ട് തന്നിട്ടാണ് ആൻസർ തരിക, ഒരു അപ്രിസിയേഷൻ തന്നിട്ട്, അല്ലേ? ദിസ് ഇസ് വെരി നൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അപ്രിസിയേഷനോ അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റോ തന്നിട്ട്. അപ്പൊ മക്കൾ ഒരു ക്വസ്റ്റ്യനോ ആയിട്ട് വരുന്ന സമയത്ത് ഈ അപ്രിസിയേഷനോ, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടേ ഈ ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ട് ChatGPT ഒരു ചോദ്യം ഉണ്ട് ലാസ്റ്റ് അറ്റ് എൻഡ്, അല്ലേ? ഇനി എന്തെങ്കിലും ഇതിനൊരു എക്സ്റ്റൻഷൻ വേണോ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണോ, യു വാണ്ട് മോർ അബൌട്ട് ദിസ്, അല്ല ഞാനൊരു ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഇങ്ങനെയും കൂടെ ആക്കി തരട്ടെ, ഇങ്ങനെയും കൂടെ, അല്ല ഇനി എന്തെങ്കിലും വേണോ എന്നൊക്കെ ഒരു ചോദ്യമൊക്കെ ഉണ്ട് നമ്മളോട്. ChatGPT പോലും നമ്മുടെ മക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള റെസ്പോൺസ് കൊടുക്കുന്നെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളോടൊരു ചോദ്യം ചോദിച്ചു വരുന്ന കുട്ടി നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് എപ്പോഴും അങ്ങനെയാണെന്നോ, എല്ലാവരും അങ്ങനെയാണെന്നോ ഡിസ്ക്ലൈമർ ഉണ്ട്, എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതേ റെസ്പെക്റ്റും ഇതേ കണക്ഷനും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ആൻസർ ഒക്കെ വളരെ ക്ഷമയോടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട്, ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കില്ലേ? നമ്മുടെ മക്കളല്ലേ, അല്ലേ? അപ്പൊ ആ കണക്ഷൻ നമ്മളിൽ നിന്ന് ഡിസ്കണക്ഷൻ വന്നു പോവുകയാണ് നമ്മൾ ആ പെരുമാറുന്ന രീതിക്ക്. അതേസമയം മറ്റിടത്ത് ദർ ഗെറ്റിംഗ് കണക്റ്റഡ്, ഈ ഡിവൈസിനോട് വീണ്ടും അവർ കണക്റ്റഡ് ആവുക. ഇമോഷൻസ് ഇല്ലാത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇമോഷൻസ് അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ച് തന്നെ നമ്മുടെ മക്കൾ ഹൈലി അവെയർ ഓഫ് ദ വേൾഡ്, ഹൈലി അവെയർ ഓഫ് ദ വേൾഡ്, ലോകത്തെ കുറിച്ച് നല്ല അവയർനെസ് ഉണ്ട് അവർക്ക്. കാരണം അവരുടെ എക്സ്പോഷർ എന്ന് പറയുന്നത് റിയാലിറ്റി കാണുന്നില്ലെങ്കിൽ ഗ്ലോബൽ ഇഷ്യൂസ് അവർ കാണുന്നുണ്ട്, മെന്റൽ ഹെൽത്ത് ടേംസ് അവർ മനസ്സിലാക്കുന്നുണ്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അവർ കാണുന്നുണ്ട്, വരും വരായ്മകൾ അല്ലെ വരും വരായികകൾ അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിലേക്ക് പോണോ പോണ്ടേ ചലഞ്ചിങ് ആണ് അവർക്ക്, അല്ലേ? അവർ ഹിപ്പോക്രസി പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും, കാപട്യം പെട്ടെന്ന് മക്കൾക്ക് മനസ്സിലാകും. നമ്മൾ കാണിക്കുന്ന എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാപട്യങ്ങൾ എന്തെങ്കിലും അവർക്ക് മനസ്സിലാകും, അല്ലേ? പാരന്റ്സ് പറയുന്ന ഒന്നും ചെയ്യുന്ന മറ്റൊന്നും ആണെങ്കിൽ അവിടെ ട്രസ്റ്റ് ബ്രേക്ക് ആവും. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യത്തില്, അല്ലെ, ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇമോഷൻസിന്റെ കാര്യത്തില് നമ്മുടെ മക്കളെ വളരെ സെൻസിറ്റീവാ. മക്കളുടെ പോട്ടെ, നമ്മൾ സെൻസിറ്റീവ് അല്ലേ? നമ്മളെ ഉള്ളിലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു കെയർ ആഗ്രഹിക്കുന്ന, സ്നേഹം ആഗ്രഹിക്കുന്ന, ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പെക്റ്റോടെ മൂടി മറുപടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി നമ്മുടെ ഉള്ളിലും ഇല്ലേ? റെസ്പെക്റ്റ് ഇല്ലാതെ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ഹേർട്ട് ആവുന്ന ഒരു കുട്ടി നമ്മുടെ ഉള്ളിലും ഇല്ലേ? അപ്പൊ അവർക്ക് പെട്ടെന്ന് ഫീൽ ആകും. നമ്മൾ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് എന്താ പറയാ, ചെറിയ അറ്റൻഷൻ സ്പാൻ ആണ് എന്ന് പറഞ്ഞ പോലെ ഇമോഷൻസ് ട്രിഗറിങ് പെട്ടെന്ന് അവരുടെ ഉള്ളില് പെട്ടെന്ന് നടക്കും. അവർക്ക് ഡീപ്പായിട്ട് ഫീൽ ചെയ്യും. പുറമെ അവർ കാണിക്കുന്നില്ലെങ്കിലും, ചിലപ്പോൾ പുറമെ അവർ കാണിക്കുന്നുണ്ടാവില്ല, പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ അവർക്ക് ഹേർട്ട് ആവും.
അവര് ചില വാക്കുകളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില വാക്കുകൾ നമ്മുടെ മക്കൾ കുറേ കാലം കൊണ്ടു നടക്കും. ആ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാല് അത് അവരുടെ ഉള്ളിലുണ്ടാവും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫാമിലി, എന്താ പറയാ, ഫാമിലി കൗൺസിലിങ്ങിൽ വന്നാണ്. ആ ഫാമിലി കൗൺസിലിങ്ങിൽ വന്ന് മദറും പിന്നെ കുട്ടിയും അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് അവിടെ ഒരു 30 years ഓൾഡ് ഉള്ളൊരു മോൻ, അറൌണ്ട് 30 years ഓൾഡ് ആൺകുട്ടി. ആ കുട്ടി ഇപ്പോഴും ക്യാരി ചെയ്യുന്ന ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ, ഡയലോഗ് എന്ന് പറഞ്ഞാല്, ഇപ്പോഴും ആ 30 years എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, അത്രയും മെച്യൂരിറ്റി വന്നൊരു പ്രായമാണ്. ബട്ട് സ്റ്റിൽ ഹോൾഡിങ്, ഇപ്പോഴും അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്ത്? ആ കുട്ടി ഇങ്ങനെ പറയാൻ ഇല്ലേ, എപ്പോഴൊക്കെയോ പാരന്റ്സ് പറഞ്ഞ നീ ഉണ്ടായതിന് ശേഷമാണ് എല്ലാ പ്രശ്നങ്ങളും എന്ന് എപ്പോഴോ പാരന്റ് പറഞ്ഞ ഒരു ഡയലോഗ് വൺസേ പറഞ്ഞിട്ടുള്ളൂ, ഒരിക്കൽ റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടൊന്നുമില്ല. പാരന്റ് അത് പറയാനുള്ള കാരണം അവരുടേതായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അവരുടെ സ്ട്രഗിളിങ്. ആ സ്ട്രഗിളിങ്ങിലെ കുട്ടി വന്നപ്പോഴാണ് അതൊന്നുകൂടെ വേഴ്സ് ആയത്. അപ്പൊ അത് ഇപ്പോഴും സ്റ്റിൽ, അതുകൊണ്ട് കുട്ടികള് ദേ ക്യാരി വേർഡ്സ് ലോങ്ങർ. അതൊരുപാട് കാലം അവരുടെ ഉള്ളിലുണ്ടാവും, നമ്മുടെ ഉള്ളിലുണ്ടാവാറില്ലേ? പക്ഷെ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് സ്പോഞ്ച് പോലെയാ. മക്കളുടെ ആ ഒരു ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. സ്പോഞ്ച് അല്ലേ? അവരുടെ ബ്രെയിൻ, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ക്രിട്ടിക്കൽ ഫിൽട്ടർ ഇല്ല അവിടെ. ലോജിക്കൽ ബ്രെയിൻ ഇല്ല കുട്ടികൾക്ക്. നമ്മളാണ് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഉണ്ടോ. കുട്ടികൾക്ക് ലോജിക്കില്ല, ക്രിട്ടിക്കൽ ഫിൽട്ടർ ഇല്ല. കോൺഷ്യസിനെയും സബ് കോൺഷ്യസിന്റെ ഇടയിലുള്ള ക്രിട്ടിക്കൽ ഫിൽട്ടർ ഇല്ല അവർക്ക്. അതുകൊണ്ട് കോൺഷ്യസ്ലി എന്ത് കണ്ടാലും എന്ത് കേട്ടാലും നേരെ താഴേക്ക് സബ് കോൺഷ്യസിലേക്ക് തന്നെ ഇറങ്ങും. അതവർക്ക് ട്രൂത്താ. അപ്പൊ ഞാൻ ഉണ്ടായതിനു ശേഷമാണോ, അല്ല ഞാനാണോ ഒരു പ്രശ്നക്കാരൻ, ആ ഒരു തോട്ട് കുട്ടികളുടെ ഉള്ളിലുണ്ടാവും. ഹാഷ് വേർഡ്സ് ടുഡേ, ഇമോഷണൽ വേർഡ്സ് വൂൺസ് ടുമോറോ. ഇന്നത്തെ ഹാഷ് വേർഡ്സ് പലപ്പോഴും നാളത്തെ ഇമോഷണൽ വൂണ്ടായിട്ട് മാറിയേക്കാം, അല്ലേ? അപ്പൊ നമ്മുടെ ഇപ്പൊ ഇവിടെയുള്ള പാരന്റ്സ്, ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന പാരന്റ്സ് 25-44 ഇടയിലുള്ള, ഒരു 1981-നും 96-നൊക്കെ ഇടയിലുള്ള പാരന്റ്സ് ആണെങ്കിൽ അവരുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ 96-നൊക്കെ ശേഷമാണ് ടെക്നോളജി ഇത്രയും, 2000 കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും ഒരു ഡിജിറ്റൽ വേൾഡ് ഇത്രയും ഡെവലപ്ഡ് ആയത്. അതുകൊണ്ട് തന്നെ അവരുടെ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാല് ഒരു 44 years ഒക്കെ ഉള്ള ആളുടെ, അല്ല ആ ഒരു ഏജിലൊക്കെ ഉള്ള ആളുടെ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവർ ഇമോഷണലി വല്ലാണ്ട് അവെയറാ, ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യും മക്കളെ എപ്പോഴും. പുറത്തുനിന്നൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ എപ്പോഴും തന്റെ മക്കളിലേക്ക് അവർക്ക് ആഗ്രഹമുണ്ട്. അവർക്ക് തങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ നല്ല പാരന്റിങ് കുട്ടിക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഗിൽറ്റ് ഉണ്ടാവും. ഞങ്ങളെപ്പോലെ കഷ്ടപ്പെടരുതിന്റെ മക്കൾ എന്ന് പറയുമെങ്കിൽ കൂടി, പക്ഷേ അവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ വഷളായി പോവോ എന്നുള്ളൊരു പേടിയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ ഈ കുട്ടികൾ ഈ രീതിയിൽ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാല്, ജെൻ ആൽഫ കുട്ടികളെ വളർത്തുന്നത് ജെൻ എക്സ് പാരന്റ് ആണ്, അല്ലെങ്കിൽ മില്ലനിയൽ കണ്ടീഷനിങ് പാരന്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാല് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ പാരന്റിങ് കിട്ടിയ അതേ കണ്ണുകളെ കൊണ്ട് നോക്കുന്ന എല്ലാരെയും കേസ് അല്ലേ, ഡിസ്ക്ലൈമർ ഉണ്ട് അല്ലെ? ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് വളർന്നത്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങളെ അടിച്ചാണ് വളർത്തിയത്, ഞങ്ങൾക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. അവിടെയാണ് കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ അസ്വസ്ഥതയിൽ നിന്നുള്ള പാരന്റിങ് എന്ന് പറയുമ്പോൾ അതെപ്പോഴും കുട്ടികൾക്ക് അതേ അസ്വസ്ഥതയാണ് കുട്ടികളിലേക്ക് നേരിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, പിന്നെ ഇങ്ങനൊന്നും അല്ലെങ്കിൽ പിന്നെ എന്താ, നമ്മൾ സ്ട്രിക്റ്റ് ആവണ്ടേ, സ്ട്രിക്റ്റ് ആവണ്ടേ, ശാസിച്ച് വളർത്തണ്ടേ, കുട്ടികൾ അങ്ങനെ ആയി പോകൂല, എങ്ങനെ ആയി പോകൂല എന്നൊക്കെ അല്ലേ? പക്ഷേ സ്ട്രിക്റ്റ്നെസ് വേണം, കൺട്രോളിങ്ങും വേണം, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ട്, അവർക്ക് റിയൽ ലൈഫിൽ നിന്ന് ഒരുപാട് മോഡലിംഗ് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന സമയത്ത് ഒരു റിയാലിറ്റി കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. ദിസ് ഇസ്
ലൈഫ് എന്ന് പറഞ്ഞിട്ട് ദിസ് ഇസ് റിലേഷൻഷിപ്പ്, ദിസ് ഇസ് ലവ്, ദിസ് ഇസ് അൺകണ്ടീഷണൽ ലവ്, ദിസ് ഇസ് കെയറിങ് എന്നുള്ള ഒരു റിയാലിറ്റി കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, കാരണം അവർക്ക് എപ്പോഴും അവരൊരു സിസ്റ്റം ഈ സമയം പാരന്റ് ആകുമ്പോഴത്തേക്ക് സിസ്റ്റം ബിൽഡ് ചെയ്തവർ നമ്മളാ, സിസ്റ്റവുമായിട്ട് വന്നവരല്ല മക്കള്. ആണോ? അവർക്ക് നമ്മൾ ചോദിക്കും, അത് എന്താ പറയാ, അത്രയും വലുതായില്ലേ എന്ന് ചോദിക്കുമ്പോഴും മനസ്സിലാക്കണം, കുട്ടികളുടെ ക്രിട്ടിക്കൽ ബ്രെയിൻ ഫോം ചെയ്യുന്ന ഏജ് ആഫ്റ്റർ 20s ആണ്. നമുക്കറിയില്ല. അത് നമുക്ക് തോന്നിയേക്കാം എൻ്റെ കുട്ടി ഇസ് നോർമൽ ഫ്രം ഔട്ട്സൈഡ്, അവർ സ്കൂളിൽ പോകുന്നുണ്ട്, അവർ ചിരിക്കുന്നുണ്ട്, അവർ മാർക്ക് വാങ്ങുന്നുണ്ട്, പക്ഷെ ഇൻസൈഡ് വാട്ട് ഹാപ്പൻസ്, അവർ ടയേർഡ് ആവുന്നുണ്ട്, അവർ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ആ ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ നിന്നും അഡോളസൻസ് പീരീഡിലേക്ക് മാറുന്ന സമയത്ത് ദേ ആർ ഗെറ്റിംഗ് വെരി മച്ച് കൺഫ്യൂസ്ഡ്. അല്ലേ? അഡോളസൻസ് ഇസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ്. അല്ലേ? ആ ഒരു ട്രാൻസിഷൻ മനസ്സിലാക്കാനും ഓട്ടോമാറ്റിക്കലി ദേ വിൽ ബി ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ് എന്ന് മനസ്സിലാക്കാനും ഇമോഷണൽ ഇൻസെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ സമയത്ത്. ഇതൊക്കെ എന്താ നമ്മളോട് പറയുന്നത്? ഇതൊക്കെ നമ്മൾ എന്താണ്, ഇതിനനുസരിച്ച് എന്ത് മാറ്റങ്ങളാണ്, ആ പഴയതിൽ നിന്നും എന്ത് മാറ്റങ്ങളാണ് നമ്മൾ കൈക്കൊണ്ടിട്ടുള്ളത്? ഇതെന്താ ഇതൊക്കെ പറയുന്നില്ല? നമ്മുടെ ഇന്ത്യൻ പാരന്റ്സ് ഉണ്ടല്ലോ, നമ്മള് ഒരു കൾച്ചറൽ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് മക്കൾക്ക്, ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നവരുണ്ട്. അതിനുവേണ്ടി പണം എത്ര വേണമെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിലും അത്രയും പൈസ സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്, എനർജി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സാക്രിഫൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതം തന്നെ നിനക്ക് വേണ്ടി ആ സാക്രിഫൈസ് ചെയ്യുന്നവരുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല. എന്നിട്ടും അവരുടെ ഉള്ളിലൊരു ഗിൽറ്റ് ഫീലിംഗ്, ഇങ്ങനെ തന്നെയാണോ വേണ്ടത്? അതിന്റെ അപ്പുറത്തേക്ക് ഇവനൊക്കെ എന്നെ അല്ലെ, ഇവനൊക്കെ ചെയ്തിട്ട് ഇവനൊക്കെ എന്നെ നോക്കുകയായിരിക്കും, വലുതായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമായിരിക്കും, അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളവരുണ്ട്, ഇല്ലേ? അപ്പൊ പാരന്റിങ് എന്ന് പറഞ്ഞാല് ഇന്നത്തെ പാരന്റിങ് എന്ന് പറഞ്ഞാല് നമ്മൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും, കാരണം രക്ഷിതാവ് എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ രക്ഷിതാവാണെങ്കിൽ ഞാൻ കാണിക്കേണ്ട ഒരു ഇടം എന്ന് പറയുന്നത്, ഞാൻ കാണിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ എന്നെ രക്ഷിതാവാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള എന്നിൽ ആ ഒരു ഇടം അല്ലെങ്കിൽ ആ സ്വർഗീയ അനുഭവം കൊടുക്കാനുള്ള വ്യക്തിയായി എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മാതാവ് മാത്രമല്ല കേട്ടോ, പിതാവും രക്ഷിതാവാണ്. രക്ഷിതാവ് എന്ന് പറയുമ്പോൾ പരമകാരുണ്യം കൊടുക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ കൗൺസിലറിന്റെ റോൾ എടുക്കേണ്ട, ഹീലിംഗ് കൊടുക്കേണ്ട, കൗൺസിലർ ആവേണ്ട, ഗൈഡ് ആവേണ്ട, മെന്റർ ആവേണ്ട. കാരണം കുട്ടികളുടെ ഇമോഷണൽ ട്രാൻസിഷൻസ് സംഭവിക്കുന്ന ഇടം അല്ലെങ്കിൽ അത് എപ്പോഴും അധികം എക്സ്പോസ്ഡ് ആവുന്നത് വീട്ടിൽ തന്നെയായിരിക്കും. അവിടെ പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കേണ്ട ഇടം ഞാൻ തന്നെയാണ്. ആ ഒരു ഇന്നർ കോൺഫിഡൻസ് എൻ്റെ ഉള്ളിലുണ്ടോ, ഞാനാണ് രക്ഷിതാവ്, ആ പാരന്റൽ ഈഗോയ്ക്ക് അപ്പുറത്തേക്ക് എനിക്കതിനുള്ള ആ റോള് ഞാൻ ഏറ്റെടുക്കുകയാണ്, അല്ലേ? ആ ഒരു കോൺഫിഡൻസ് ഉള്ളിലുണ്ടോ എന്നുള്ളത്. പകരം ഈ കമ്പാരിസൺ കൾച്ചറിൽ ഇപ്പൊ എൻ്റെ കുട്ടി എന്ന് പറയുന്ന ആ അറ്റാച്ച്മെന്റിൽ നിന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, എൻ്റെ കുട്ടി എന്നുള്ളൊരു അറ്റാച്ച്മെന്റ്, കുട്ടിയോടാണെങ്കിൽ പോലും എൻ്റെത് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു പിടിച്ചുവെക്കലുണ്ട്. എൻ്റെതാണ്, എനിക്ക് വേണ്ടിയാണ്. പക്ഷെ നമ്മളെ ഒരിക്കലും ഒരു മനുഷ്യനെ പോലും ഈ ദുനിയാവിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാ. മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ കുട്ടിയെ സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല.
അപ്പൊ എൻ്റെ കുട്ടിയിൽ നിന്ന് എൻ്റെ കുട്ടി എനിക്ക് ഉപകാരപ്പെടുമോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ കുട്ടിയിൽ നിന്ന് ഒരുപാട് ആളുകളിലേക്ക് ആ വെളിച്ചം പോകണമെങ്കിൽ, അല്ലേ, APJ അബ്ദുൽ കലാം അതിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് വെളിച്ചം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചത്തിന്, അല്ലേ, പാത്രമാകുന്ന രീതിയിൽ അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാനുള്ള ഒരു എന്താ പറയാ ഒരു ഗൈഡ് ആയിട്ടുള്ളത് ഫോർമൽ എഡ്യൂക്കേഷൻ പോലും ഇല്ലാത്ത അദ്ദേഹത്തിന്റെ മാതാവായിരുന്നു. അപ്പൊ അത്രയും മാതൃഭാവം അല്ലെങ്കിൽ മാതൃത്വം എന്ന് പറയുന്നത് അത്രയും ഉള്ള ഒരു പൊസിഷനാണ്. മാതാവ് മാത്രമല്ല പിതാവും രക്ഷിതാവ്. പക്ഷെ നമുക്ക് പലപ്പോഴും പോരാന്ന് തോന്നുന്നു, ഇത് പോരാ, എൻ്റെ കുട്ടിക്ക് ഇത് പോരാ, ബെസ്റ്റ് വേണം, എൻ്റെ കുട്ടിക്ക് ബെസ്റ്റ് വേണം എന്നുള്ള തോട്ടില് സ്നേഹം കൊണ്ടാ, എൻ്റെ കുട്ടിക്ക് സ്നേഹം ഉണ്ടായിട്ടാണ്. അപ്പൊ നമ്മുടെ പുഷിങ്, ആ സ്നേഹത്തിൽ നിന്നുള്ളൊരു പുഷിങ് ഉണ്ടല്ലോ, നീ ഇത്ര ചെയ്താൽ പോരാ, നീ അവനെ കണ്ടോ, നീ അവളെ കണ്ടോ, നീ ഇത്ര ചെയ്താൽ പോ, എനിക്ക് എന്നോട് സ്നേഹം കൊണ്ട് ഈ നന്നായി കാണാനാ, ഈ അങ്ങനെ ആയിട്ട് കാണാനായി. അവിടെ കൺട്രോളിങ് മോർ, അവിടെ നിയന്ത്രണങ്ങളാണ്. നീ ഈ വൈകിട്ട് പോകാണ്ടിരിക്കാനാ. കറക്ഷൻസ് ആണ്, നോട്ട് കണക്ഷൻ. അത് ചെയ്ത ശരിയായില്ല, ഇത് ശരിയായില്ല. ലെസ് അപ്രിസിയേഷൻ. നേരത്തെ പറഞ്ഞ ChatGPT കേസിലുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ പോലും ആ ചോദ്യത്തിന്റെ അപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ളതോ, അല്ല ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് എന്ന തരത്തിലുള്ളതോ ഒരു അപ്രിസിയേഷനോ അത് വളരെ കുറവാ. സ്നേഹമില്ലാത്തോണ്ടല്ല, പാരന്റ്സിന് ഒരിക്കലും സ്നേഹമില്ലാത്തോണ്ടല്ല, ദേ ആർ ഇൻ ലവ്. പക്ഷേ പേടി കൊണ്ടാ, ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ആയി പോകുന്ന അസ്വസ്ഥത, ഒരു പേടി. പക്ഷെ ഇവിടെ പ്രോബ്ലം ഒരിക്കലും മക്കളുടേതല്ല. അവര് ഒരു സിസ്റ്റമായിട്ട് വന്നവരല്ല, അവർക്ക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മളാണ്. പ്രോബ്ലം രക്ഷിതാവിന്റെ ഉള്ളിലുള്ള ആ ഒരു ഭയം, പേടി, അല്ലേ? അല്ലാതെ നിങ്ങൾ പറയുന്നുണ്ടോ? അപ്പൊ അവിടെ മാറേണ്ടത് ഒരു പക്ഷെ നമ്മളിങ്ങനെ ഇഫ് യു ആർ നോട്ട് അപ്ഡേറ്റഡ് യു ആർ ഔട്ട്ഡേറ്റഡ് എന്ന് പറയും. അപ്പൊ അവിടെയാണ് തന്തവൈബും തള്ളവൈബും ഒക്കെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യാനും, കാരണം അവർക്ക് വേണ്ടതുണ്ടല്ലോ, മക്കൾക്ക് നമ്മൾ ഇവർ പറയലുണ്ട്, ഞാൻ എന്തൊക്കെ ഒരുക്കി കൊടുത്തു, അവന് ട്യൂഷൻ, ക്ലാസ്സിന് ക്ലാസ്, അല്ലേ, അവനെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അവന് പേഴ്സണൽ ട്യൂഷൻ വെക്കുന്നുണ്ട്, അവനെ ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട്, CCTV വെച്ചപ്പോൾ ഞാൻ എപ്പോഴും അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ മീറ്റിങ്ങിനും ഞാൻ പോകുന്നുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടതുണ്ടല്ലോ ഒരു ഇമോഷണൽ സേഫ്റ്റി, ഞാൻ ഇത് പറഞ്ഞ അപ്രിസിയേഷൻ, അവരെ കേൾക്കുക എന്നുള്ളത്. ഇതൊക്കെ എങ്ങനെ വർക്കിംഗ് ആവുമെന്ന് ചോദിച്ചാൽ, ഇത് വർക്കിംഗ് ആവുന്നത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് നാളെ മുതൽ ഈ രീതിയിലേക്ക് പെട്ടെന്ന് നമുക്ക് മാറാൻ കഴിഞ്ഞോളുന്നില്ല. കാരണം നമുക്ക് കിട്ടിയതാണ് കൊടുക്കുക, ഉള്ളിലുള്ളതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഒരു കുട്ടിക്ക് എപ്പോഴാണോ താൻ സേഫ് ആണെന്ന് ഫീൽ ചെയ്യുന്നത്, തീർച്ചയായിട്ടും ആ കുട്ടി വളരും. നമ്മൾ വളർത്തണം എന്നൊന്നുമില്ല കുട്ടീനെ, ഞാൻ ഇത്രയും വളർത്തിയില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട് പലരും. ഒരു വളർന്നോളൂ, നിങ്ങൾ വളർത്തണമെന്നൊന്നുമില്ല, നിങ്ങൾ ഒരു ടോർച്ച് അടിച്ചു കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ പക്ഷെ അതേസമയം എപ്പോഴും ജഡ്ജ്മെന്റൽ ആയി കഴിഞ്ഞാൽ അവര് വളരെ ഓക്കെ സൈലന്റ് ആയിട്ട് ആ രീതിയിലായിരിക്കും അവർ വളർച്ചയുണ്ടാവുക. അപ്പൊ പാരന്റിങ് എന്ന് പറയുന്നത് ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഒരു ഇമോഷണലി ഹെൽത്തി ആയിട്ടുള്ള കുട്ടിയെ ഒരു ഇമോഷണലി എക്സോസ്റ്റ് ആയിട്ടുള്ള പാരന്റിന് വളർത്താൻ കഴിയില്ല. അപ്പൊ ഇവിടെ കൺട്രോളിങ് അല്ല, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കൺട്രോളിങ് അല്ല, കണക്ഷൻ ആണ്. കൺട്രോളിങ് എത്രത്തോളം കൺട്രോൾ ചെയ്യുന്നോ, ഒരു ഫ്രിക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ വലിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു ഫ്രിക്ഷൻ, അങ്ങോട്ടുള്ള ഒരു പുഷ്, അതിന് ഇതേപോലെയാണ് കുട്ടികൾ നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് എത്രമാത്രം നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു അത്രത്തോളം ആ റെബല്ലിങ് ആയിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ പോകാനുള്ള ടെൻഡൻസി ആ കുട്ടിക്ക് ഉണ്ടാവുക. പക്ഷെ അവരെ പ്രോപ്പർ ഗൈഡൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ വളരും. കാരണം ഇതൊരു എപ്പോഴും അല്ലെ, ഇപ്പോഴും പലരും പറയുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ ഈ ഒരു തലമുറയിൽ ഭയങ്കര പ്രയാസമാണ്, ഡിഫറെന്റ് ആന്ന് പറയുമ്പോൾ, ഇതൊരു ഡിഫിക്കൽട്ട് ആന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഡിഫിക്കൽട്ട് ജനറേഷൻ അല്ല,
ഇതൊരു ഡിഫറെന്റ് ജനറേഷൻ ആണ്. നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിഫിക്കൽട്ട് ജനറേഷൻ അല്ല, സംതിങ് ഡിഫറെന്റ് ആണ്. സോ വി ഓൾസോ ഹാവ് ടു ബി സംതിങ് ഡിഫറെന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. അത് നമ്മൾ ആവുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു പാരന്റിങ്ങിന്റെ. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കറക്റ്റ് ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തിട്ട്, അല്ലെ, അവരുടെ ഒരു ഓരോന്നിനും കുട്ടിയുടെ ഓരോ ബിഹേവിയറും മനസ്സിലാക്കിയിട്ട്, അവിടെ കുട്ടീനെ കറക്റ്റ് ചെയ്യാണെന്ന് പോലും കുട്ടിക്ക് മനസ്സിലാവൂല. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ ഇമോഷണലി എക്സോസ്റ്റഡ് ആവാത്ത ഒരു പാരന്റൽ ഫോമിൽ നിന്ന് കൊണ്ട് കുട്ടിനെ ഗൈഡ് ചെയ്യാൻ, അതിലേക്ക് എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആവുക. തീർച്ചയായിട്ടും നമുക്കത് അറിയില്ല. നമ്മൾ അപ്പോഴും ആ ഒരു ജെൻ വൈയിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് മാറാൻ, നമ്മളെ കുട്ടികളെ പോലെ നമ്മൾ കളിക്കാന്നുള്ളതല്ല. മനസ്സിലാവുന്നുണ്ടോ? സൂര്യപ്രകാശം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരം ഓട്ടോമാറ്റിക്കലി, പിന്നെ മരത്തിന് വലിച്ചു കെട്ടേണ്ട കാര്യമൊന്നുമില്ല. വലിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരം ഓട്ടോമാറ്റിക്കലി ആ പ്രകാശമുള്ളിടത്തേക്ക് വളഞ്ഞു വളരും. ഈ ഒരു പ്രകാശമാണ്, ആ പ്രകാശമാകേണ്ട ഇടമാണ്, ആ പ്രകാശമായി തീരാന്നുള്ളത്. ആ പ്രകാശമായി തീർന്നാൽ മാത്രം മതി. നിങ്ങൾ ഒരു അഡ്വൈസോ അല്ലെ ഒരു കറക്ഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരില്ല. ഓക്കെ, അപ്പൊ ആ ഒരു അല്ലെ ആ ഒരു പ്രകാശമായി തീരാൻ എല്ലാവരും കഴിയട്ടെ എന്നുള്ള ഒരു നോട്ടില് നമ്മുടെ സെഷൻ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? സെഷനിൽ കൂടെ ഉണ്ടായിരുന്നോ നിങ്ങൾ? റസിന മാം, റസിന പറയൂ. പിന്നെ ഞാന് ഇതിലുള്ള ഓരോരുത്തർക്കുള്ള ഡൗട്ടായിരിക്കും. നമ്മളെ മക്കള് വലുതായില്ലേ, അപ്പോ നമ്മളെ മക്കൾക്ക് ഇനി പറ്റുമോ എന്നുള്ള ഡൗട്ട് എന്തായാലും ഉണ്ടാവും. ചെറിയ മക്കൾ ആണെങ്കിലും നമുക്ക് ശരിയാക്കി എടുക്കാം. ഇപ്പൊ വലിയ കുട്ടികളായി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പോവോ എന്നുള്ള ഈ ഒരു സെഷൻ ശരിക്കും പറഞ്ഞാല് എൻ്റെ ഒരു അനുഭവത്തിലൂടെ മാമിന്റെ ക്ലാസ് മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി, നമുക്കുള്ള എന്താ പറയാ, അത്രയൊരു ട്രെയിനിങ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു സെക്ഷൻ്റെ എനിക്ക് മനസ്സിലായത് ഓരോരുത്തർക്കും ഉണ്ടാവും ഡൗട്ട്. വലിയ കുട്ടികളായത്, ഇപ്പൊ 21 വയസ്സൊക്കെ ആയ കുട്ടികളുള്ള ഉമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇത് ആ പാരന്റിനും കൂടി ഇത് പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ആ നാച്ചുറാലിറ്റി ആൻഡ് ന്യൂട്രാലിറ്റി, ആ സ്പിരിച്വാലിറ്റി, നമ്മുടെ റിലീജിയൻ കാര്യങ്ങളൊന്നും, ഒരു സ്പിരിച്വൽ പാരന്റിംഗ് ആണ്. സ്പിരിച്വൽ പാരന്റ് എന്ന് പറയുമ്പോൾ വിചാരിക്കില്ല സ്പിരിച്വൽ പാരന്റിങ് പഠിച്ചവനെ പറ്റി പറഞ്ഞ് അല്ലെങ്കിൽ റിലീജിയനെ കുറിച്ച് പറഞ്ഞ് അങ്ങനെയൊന്നല്ല. ആ കണക്ഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഫ്രം ദ ഹാർട്ട് ടു ഹാർട്ട് എന്ന് പറയുന്ന രക്ഷിതാവ് എന്ന് പറഞ്ഞ സ്പേസിലേക്ക്, അല്ലെങ്കിൽ ആ സ്വർഗീയ അനുഭൂതി അനുഭവിപ്പിക്കാൻ പറ്റുന്ന ഇടത്തിലേക്കുള്ള ഒരു പാരന്റിംഗ് ട്രെയിനിങ് ആണ്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ, കുട്ടി എത്ര വലുതായാലും കുട്ടി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരിടം എന്ന് പറയുന്നത് എപ്പോഴും ആ പാരന്റിന്റെ കെയർ കൺസേൺ എന്ന് പറഞ്ഞൊരു ഇടമുണ്ട്. അപ്പൊ അത് നമുക്ക്, കാരണം എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മളോട് പ്രാർത്ഥിക്കാൻ, പ്രത്യേകിച്ചും കുട്ടികൾക്ക് പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ മക്കളെ ഹീൽ ചെയ്യാൻ നമുക്ക് കഴിയും. അതൊരു ഒരു മദറിനെ കഴിയും, അത് അല്ലൊരു ഫാദറിന്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള എന്താ പറയുക, ഒരു പാരന്റിങ് കോച്ചിങ് സെഷനാണ് നമ്മൾ ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജാനുവരി മക്കളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് മക്കൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്കൊരു ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയമുണ്ട്, ഒരു പാരന്റിങ് കോച്ചിങ് സെഷന്. അപ്പൊ അതിലേക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തോളാം. എന്തെങ്കിലും ആർക്കെങ്കിലും ഇൻട്രസ്റ്റോ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഫീഡ്ബാക്കിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എന്താ പറയാ പേഴ്സണലായിട്ടോ അറിയിക്കാം. ഡൗട്ട്സോ കാര്യങ്ങളോ പാരന്റിങ്ങിനെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഹസീന പറഞ്ഞ പോലെ വലിയ ആളുകൾ ഇത് വർക്ക് ചെയ്യോ, മക്കൾ വലുതായി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരുപാട് അവർക്കൊരു പാറ്റേൺ ആയി കഴിഞ്ഞില്ലേ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഓൺ ദാറ്റ് നോട്ട് നമ്മുടെ ഓൾമോസ്റ്റ് സമയമായിട്ടുണ്ട്, നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു പാരന്റിങ് ജേർണി നേർന്നുകൊണ്ട് ആശംസിച്ചുകൊണ്ട് സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഓൾ, ഗുഡ് നൈറ്റ്.